ദൃശ്യഭാഷ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതക്കളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിൻ്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരുന്ന ദിവസമല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും തേനരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അതുകളെ പൂണ്ടുട കത്തിയുറക്കിയിട്ട് ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു മുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തൻ്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്യുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയിൽ ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരൾ പോന്നണയും പൊൻകതിർ പോലെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലകിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരൾ പോന്നണയും പൊൻകതിർ വണ്ടോളിൻ വടിവിലെ നീലക്കല്ലോലകളിൽ മാതളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ
പൂന്തണയി ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്തമരച്ചോട്ടിലും ഒളിനെയ്യും പെൺകുടി ഓലയെഴുത്താണികളെ കാട്ടിരിതാ ഞാൻ കളവൂ കാട്ടിരിതാ ഞാൻ കളവൂ. എഴുത്താണ് ഇരുമ്പല്ലേ, അതങ്ങട് പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും ഇല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ് കതിരു പൊങ്ങി വിയരങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി മങ്ങേറി നിന്നു തേങ്ങി കാറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കളിക്കും പരമീനല്ല നീളവേ നിശ്ചലം നിന്നു പോയി കുന്നിൻ ചരിവിലെ കൂത്തകളി കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ പൂരിത ദുഃഖമേ ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു എന്നോ? ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ ചുഴലിയാക്കുന്നു ഭൂതം ചുറ്റി കടക്കന്നു നിന്നാളമ്മ കാത്തുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരടുത്താളമ്മ അറിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും ഇടികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഇരുമുണ്ടിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ. അമ്മയ്ക്കിപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. തെച്ചിത്തോലു പറിച്ചു ഭൂതം ചേലുടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാർബോടടുക്കേ നോടി ഭൂതം
അമ്മയെടുത്തി തുമ്മ കൊടുത്തി അഞ്ചിതമോദം മൂഖാവിങ്കൽ കടലി കടലി പുല്ലിയ വാറെ വേറിട്ടൊന്നെന്നോദിയെണിക്കാൻ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ താപം കൊണ്ടു വിലക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൽ അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിൽ മറച്ചു പിടിക്കുന്നൂടെ നേരെ ഓപമിടേറെ അരുതല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കൂ തൊഴുതു വിടത്തേടിനോ കൂടം തൊട്ടുമടങ്ങിയടങ്ങി കൂടം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങടി കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിലൂത്തൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണ മാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമടങ്ങി തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കൊല്ലവും ഉണ്ണി അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവ ഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കളമോട്ടു വിളമ്പി കലമ്പലുകൾ അയ്യയ്യാവരവം വിളിപ്പൂക്കുല നെയ്യണിഞ്ഞൂടും ആദ്യം പിച്ചള കോടകളും കളവരപാടും കണ്ണങ്ങൾ അരുവിനരുക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂകം ചെക്കിണ ജന്മണി കുത്തുമുലകളിൽ യും പൂമാറ്റം പുറവടി മപ്പടി മൂടി കിടക്കും കൊണ്ടൻ വായുകൾ മുത്തോളം പൂക്കുകൾ നീരെ ആദിയരമണി കുട്ടിയ വെള്ള ആവാണ അയ്യയ്യാവരവത്തിനൊത്തം ചെയ്യും നല്ല മണിക്കൂറും അയ്യയ്യാവരവത്തിനൊത്തം ചെയ്യും നല്ല മണിക്കൂറും.